കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പെസഹ തിരുനാൾ ആഘോഷിക്കുകയാണ്. ആദ്യമേ തന്നെ ഈ തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി ആശംസിക്കുന്നു. പെസഹ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം കടന്നു പോവുക എന്നാണ്. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് പെസഹ അവരുടെ ജീവിതത്തിൽ വലിയ ഒരു ദൈവ അനുഗ്രഹത്തിൻ്റെ അവസരമായിരുന്നു. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ദൈവജനം പാലും തേനും ഒഴുകുന്ന കാനാൻ നാട്ടിലേക്ക് കടന്നു പോവുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്ത അനുഭവം അവരെ പ്രത്യേകമായി പങ്കുവയ്ക്കുന്ന സന്ദർഭമായിരുന്നു പെസഹ. അതൊരു വലിയ പുറപ്പാടിൻ്റെ അനുഭവമായിരുന്നു. കർത്താവായ യേശുക്രിസ്തു ഈ പെസഹായുടെ അവസരം പുതിയ ഒരു പെസഹ സ്ഥാപിക്കുന്നതിൻ്റെ സന്ദർഭമായിട്ട് ഉപയോഗപ്പെടുത്തി. സെഹിയോൻ മാളികയിൽ കർത്താവായ യേശുക്രിസ്തു അന്ത്യത്താഴ സമയത്ത് പുതിയ പെസഹ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏതാനും രഹസ്യങ്ങൾ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയുണ്ടായി. പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് കർത്താവ് പെസഹായുടെ രഹസ്യമായി ചേർത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അവിടുന്ന് അന്ത്യത്താഴ സമയത്ത് ശ്ലീഹന്മാരുടെ പാദങ്ങൾ കഴുകി വലിയ വിനയത്തിൻ്റെയും ശുശ്രൂഷയുടെയും മാതൃക കാണിക്കുകയുണ്ടായി. ബാഹ്യമായി പാദം കഴുകുന്നത് ശുശ്രൂഷയുടെയും സേവനത്തിൻ്റെയും എളിമയുടെയും ഒക്കെ അടയാളമാണ് എന്നൊരിക്കലും കർത്താവായ യേശുക്രിസ്തു ശ്ലീഹന്മാരുടെ പാദങ്ങളെ കഴുകി അവരെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചത് രക്ഷാകരമായ ദൈവിക സ്നേഹത്തിൻ്റെ ആരംഭമാണ്. രണ്ടാമതായി പെസഹാ തിരുനാളിൽ കർത്താവ് ചെയ്തത് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനമാണ്. തൻ്റെ ശരീര രക്തങ്ങൾ ഭക്ഷണപാനീയമായി കൊടുക്കുകയും ദൈവരാജ്യത്തിൻ്റെ നന്മ കൊണ്ട് എല്ലാവരെയും അവിടുന്ന് നിറയ്ക്കുകയും ചെയ്തു. മൂന്നാമതായി പെസഹായുടെ രഹസ്യത്തോട് ചേർത്ത് കർത്താവായ യേശുക്രിസ്തു ശുശ്രൂഷയുടെ പൗരോഹിത്യം ആരംഭിക്കുകയുണ്ടായി. കർത്താവിൻ്റെ ശരീരവും രക്തമാകുന്ന വിശുദ്ധ കുർബാനയും മറ്റേ കുദാശകളും പരികർമ്മം ചെയ്ത് വിശ്വാസികൾക്ക് നൽകപ്പെടുവാൻ പൗരോഹിത്യം അവിടുന്ന് സ്ഥാപിക്കുകയുണ്ടായി. നാലാമതായി പെസഹായുടെ രഹസ്യത്തോട് ചേർത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്നേഹത്തിൻ്റെ കൽപ്പനയുടെ വലിയ ആവിഷ്കാരം ലോകത്തിന് വീണ്ടും നൽകുകയും ചെയ്തു. അങ്ങനെ പെസഹാ രഹസ്യത്തിൽ ശ്ലീഹന്മാരുടെ പാദങ്ങൾ കഴുകി വിശുദ്ധ കുർബാന സ്ഥാപിച്ച് പൗരോഹിത്യം ആരംഭിച്ച് സ്നേഹത്തിൻ്റെ വലിയ സാക്ഷികളാകുവാൻ അവിടുന്ന് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. കർത്താവ് പാദശാല നടത്തിയതിൻ്റെ ഏതാനും ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയ എല്ലാ ദൈവമക്കളെയും വീണ്ടും ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം ഭൂമിയിലെ മനുഷ്യർക്ക് കൊടുത്ത വലിയ സ്വർഗീയ സമ്മാനമാണ് ഈ രക്ഷാകരമായ സ്നേഹം എന്ന് പറയുന്നത്. വിശുദ്ധനായ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം നാം വായിക്കുമ്പോൾ, തന്നിൽ വിശ്വസിക്കുന്ന ആരും നഷ്ടപ്പെട്ട് പോകാതെ അവർക്കെല്ലാം നിത്യജീവൻ ലഭിക്കുവാൻ വേണ്ടി ദൈവം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു വന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ദൈവം പാപികളായ മനുഷ്യരെ വീണ്ടെടുക്കുവാൻ വേണ്ടി സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കുവാൻ വേണ്ടി തൻ്റെ ഏകപുത്രനെ കർത്താവായ യേശുക്രിസ്തുവിനെ കുരിശിൽ യാഗമായി സമർപ്പിച്ചുകൊണ്ട് പെസഹായുടെ അനുഭവത്തിലേക്ക് തൻ്റെ പ്രിയപുത്രനെ സമർപ്പിച്ചുകൊണ്ട് രക്ഷാകരമായ സ്നേഹം ലോകത്തെ ആവിഷ്കരിക്കുകയുണ്ടായി. കർത്താവായ യേശുക്രിസ്തു പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും പാദങ്ങളെ കഴുകിയതുപോലെ തന്നെ
തന്നെ ഒറ്റക്കൊടുക്കുവാനിരുന്ന, തൻ്റെ വിശ്വാസത്തിൽ പൂർണ്ണമായി ആകാതിരുന്ന യൂദാസിൻ്റെ പാദങ്ങളും കഴുകി അവിടുന്ന് ചുംബിക്കുകയും അവനെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ യേശുക്രിസ്തു ദൈവം നമുക്ക് നൽകുന്നതായ സ്നേഹം അനന്തമായ സ്നേഹമാണ്. അവിടെ നല്ല മനുഷ്യനെന്നോ പാപം ചെയ്തവനെന്നോ അംഗീകരിക്കപ്പെട്ടവനെന്നോ അല്ലാത്തവനെന്നോ ഒരു വ്യത്യാസവും കൂടാതെ നിലയ്ക്കാത്ത സ്നേഹം, എന്നും കരുതുന്ന സ്നേഹം, അചഞ്ചലമായ വിശ്വസതയുള്ള സ്നേഹമാണ് യേശു നമുക്ക് രക്ഷാകര സ്നേഹത്തിലൂടെ നൽകിയിട്ടുള്ളത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര സ്നേഹത്തിൻ്റെ മറ്റൊരു മാനം എന്ന് പറയുന്നത് അത് നിരുപാധികമായിട്ടുള്ള സ്നേഹമാണ്. ഒരു ഉപാധിയും കൂടാതെ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ വേദപുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ അനേകം മനുഷ്യർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പക്കലേക്ക് വരികയും യേശു അവരെല്ലാവരെയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു. പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ സംഭവം നമ്മൾക്കറിയാം. എല്ലാവരും അവളെ കല്ലെറിയുവാനായിട്ട് വന്ന അവസരത്തിൽ യേശു അവരോട് പറയുന്നുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ ആദ്യമായി കല്ലെറിയട്ടെ എന്ന്. പക്ഷെ ആരും എറിയാതെ തിരികെ പോവുകയും അവളുടെ പാപങ്ങളെ മോചിച്ച് യേശു നിരുപാധികം അവളെ സ്നേഹിക്കുകയും ദൈവരാജ്യത്തിന്, സ്വർഗരാജ്യത്തിന് അവകാശിയാക്കി തീർക്കുകയും ചെയ്യുകയാണ്. യേശുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ക്ഷമിക്കുന്നതായ സ്നേഹമാണ്, മറക്കുന്നതായ സ്നേഹമാണ്, പൊറുക്കുന്നതായ സ്നേഹമാണ്. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും അവരുടെ നന്മ തിന്മകളോ അല്ലെങ്കിൽ ഗുണദോഷങ്ങളോ ഒന്നും പരിഗണിക്കാതെ സ്നേഹിക്കുന്നതായിട്ടുള്ള ഒരു വലിയ സ്നേഹമാണ്. നമ്മൾ സ്നേഹിക്കുന്ന അവസരത്തിൽ പലപ്പോഴും മറ്റുള്ളവരുടെ ഗുണഗണങ്ങളും അവർക്ക് നമ്മളോടുള്ള സമീപനങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാറായിട്ടുണ്ട്. ഞാൻ നിന്നെ സ്നേഹിച്ചാൽ നീ എന്നെ സ്നേഹിക്കണം എന്നുള്ള ഒരു വ്യവസ്ഥ, അല്ലെങ്കിൽ നീ നല്ലതായിരുന്നാൽ ഞാൻ നിന്നെ സ്നേഹിക്കാം എന്നുള്ള വ്യവസ്ഥ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകരമായ സ്നേഹത്തിൽ ഈ വ്യവസ്ഥകളോ അലഞ്ഞുവരികളെ പ്രത്യേകതകളോ ഒന്നുമില്ല. അത് എല്ലാം മറന്നുകൊണ്ട്, ക്ഷമിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ആയിരിക്കുന്നതായ രീതിയിൽ അവനെ സ്വീകരിക്കുന്ന ഒരു വലിയ സ്നേഹമാണ് യേശു സഖിയോൻ മാളികയിൽ ശ്ലീഹന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് രക്ഷാകര സ്നേഹത്തിലൂടെ ആവിഷ്കരിച്ചത്. രക്ഷാകര സ്നേഹത്തിൻ്റെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് അത് കരുണാർദ്രമായ സ്നേഹമാണ്. എല്ലാവരോടും കരുണയും സ്നേഹവും പങ്കുവയ്ക്കുന്ന യേശുവിൻ്റെ ജീവിതവും എല്ലാവർക്കുമായി തന്നെ കാൽവരിയിൽ ബലിയായിട്ട് സമർപ്പിച്ച സ്നേഹവുമെല്ലാം ഈ രക്ഷാകര സ്നേഹത്തിൻ്റെ അടയാളമായി നിൽക്കുകയാണ്. കർത്താവ് കുരിശിൽ മരിച്ച് തൻ്റെ ശരീര രക്തങ്ങൾ ഭക്ഷണപാനീയമായി ലോകത്തിലുള്ള എല്ലാവർക്കും ലോകത്തിൻ്റെ അന്ത്യം വരെയും നൽകുവാനായിട്ട് പറഞ്ഞപ്പോൾ ഈ ഒരു വലിയ കരുണയുടെ സ്നേഹമാണ് പങ്കുവയ്ക്കുവാനായി യേശു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നാം ജീവിക്കുന്നതായ ലോകത്ത് അനേകം ആൾക്കാർ രോഗം കൊണ്ട്, കൊറോണ വൈറസിൻ്റെ വലിയ വ്യാപനം കൊണ്ട് ദുഃഖിക്കുന്ന സന്ദർഭത്തിൽ നാം നമ്മുടെ സമൂഹത്തിലേക്കും രാജ്യത്തേക്കും ലോകത്തേക്കും നോക്കുമ്പോൾ കരുണാർദ്രമായ ഈ സ്നേഹം പങ്കുവയ്ക്കുന്ന അനേകം സഹോദരന്മാരെ കാണുവാനായിട്ട് സാധ്യമാകും. രോഗികളെ രാപകലില്ലാതെ ശുശ്രൂഷിക്കുന്ന നമ്മുടെ ഡോക്ടർമാർ, മാലാഖമാരെ പോലെ അവരെ രാപകലില്ലാതെ ശുശ്രൂഷിക്കുന്ന നമ്മുടെ നഴ്സുമാർ, അതുപോലെ നമ്മുടെ നിയമപാലകർ, ഭരണാധികാരികൾ, ആരോഗ്യ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന അനേകം ആൾക്കാർ പ്രതിഫലത്തിനെല്ലാം ഉപരിയായി കരുണാർദ്രമായ മനുഷ്യ സ്നേഹം പങ്കുവയ്ക്കുന്ന ഒരു കാലഘട്ടമാണ്. കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം നാം പരിശോധിച്ച് നോക്കുമ്പോൾ 2018 2019 ഉണ്ടായ വെള്ളക്കവും പ്രകൃതി ദുരന്തവും ഉണ്ടായപ്പോൾ എത്രയോ സാധാരണ മനുഷ്യരാണ് അസാധാരണമായ രീതിയിൽ കരുണാർദ്രമായ സ്നേഹം നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കുവാനായിട്ടിടയായത്. അപ്പോൾ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണാർദ്രമായ സ്നേഹം ആഘോഷമായി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന പെസഹായുടെ ഈ സന്ദർഭത്തിൽ ചുറ്റുമുള്ള എല്ലാവർക്കും കഴിവുള്ള സ്നേഹം പങ്കുവെച്ച് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം എന്നുള്ളതാണ്.
സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയെ സംബന്ധിച്ച് അനേകം കാര്യങ്ങൾ, അത് കർത്താവിൻ്റെ ഭൗതിക ശരീരമാണ്, സ്വർഗരാജ്യത്തിൻ്റെ പ്രതീകമാണ് എന്നൊക്കെയും പഠിപ്പിച്ചതോടൊപ്പം നമ്മളോട് പറഞ്ഞത്, സഭ എന്ന് പറയുന്നത്, ദേവാലയം എന്ന് പറയുന്നത് അനേകം ആൾക്കാർ മുറിവേറ്റ് കിടക്കുന്ന ഒരു ആശുപത്രിയായി കൂടി നമ്മൾ കാണണമെന്നാണ്. ആന്തരികമായ മുറിവേറ്റവരുണ്ട്, പാപത്തിൻ്റെ മുറിവേറ്റവരുണ്ട്, ശാരീരികമായ രോഗം മൂലം മുറിവേറ്റവരുണ്ട്. ഇവരെല്ലാം ശുശ്രൂഷിക്കുന്ന ഒരു കരുണാർദ്രമായ സ്നേഹം ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് കൊറോണ വൈറസ് പടർന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എല്ലാ വിശ്വാസികളും സഭയും പൊതുസമൂഹവും മാനവ കുലത്തിനു വേണ്ടി പ്രത്യേകമായി പങ്കുവയ്ക്കുവാനായിട്ടുള്ള അവസരമായും ഈ പെസഹായുടെ തിരുനാളിനെ നമ്മളെ കാണേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മുടെ വലിയ വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആരാധനയുടെയും സന്ദർഭം കൂടിയാണ്. നമ്മുടെ പ്രാർത്ഥനയും വിശ്വാസവും ആരാധനയും എല്ലാം നല്ല ദൈവസ്നേഹമായി, രക്ഷാകര സ്നേഹമായി ഈ സമൂഹത്തിലുള്ള എല്ലാ ദൈവമക്കൾക്ക് ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പെസഹായുടെ രക്ഷാകരമായ സ്നേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ സമർത്ഥമായി എവർക്കും ഒരിക്കൽ കൂടി ആശംസിക്കുകയും ചെയ്യുന്നു.